ഡൈനോസർ ഇങ്ങനെ വരും. നമ്മൾ അതിന്റെ ഒരു നഖത്തിന്റെ അത്രയല്ലേ ഉള്ളൂ. തന്നെയല്ലേ അത് ഒരു കാല് വയ്ക്കുമ്പോഴത്തേക്ക് അവന്മാരെ വെള്ളത്തിൽ മുങ്ങും. വീണ്ടും അവിടെ അത് വരും. അവിടെ വന്ന് രണ്ടു ദിവസം ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് അവിടുന്ന് ഒരു പൊങ്ങും. അവിടുന്ന് മുന്നോട്ട് നേരെ എവിടെ വരും? നമ്മളെ തിരുവനന്തപുരത്ത് കൊച്ചു കളിയിൽ വരും. അവിടുത്തെ ബോട്ടിലൊക്കെ വരും. ഒരു മാറ്റമില്ല, ഒരു മാറ്റമില്ല. എനിക്ക് പറയാൻ വയ്യ, പറയാൻ വാക്കുകളില്ല. ഇത് കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ജുറാസിക് പാർക്ക് ഫസ്റ്റ് ആദ്യമായിട്ടാണ് കാണാം. പണ്ട് ഏതോ ഒരു പാർട്ട് കണ്ടേ ഉള്ളൂ, അല്ലാണ്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നൈസായിരുന്നു, നല്ല എന്റർടൈനിങ് ആയിരുന്നു. ഡൈനോസറിനെ വേണമെങ്കിൽ പിള്ളേർക്ക് കുഞ്ഞുപിള്ളേരെ കൊണ്ട് കാണിക്കാറുണ്ട്, അല്ലാണ്ട് പോരാ ഒട്ടും പോരാ ഉണ്ടാവുമെന്ന് കരുതി. ആർട്ടിഫിക്സ് ഒന്നുമില്ല. അതൊക്കെ ഒരു കോമഡി പീസ് ആയി പോയി. ദിവസം എല്ലാ ദിവസമായാലും കുറെ ന്യൂട്രൻ ദിവസം എന്തിനാണോ ഭയങ്കര മോശമാണ്, ഭയങ്കര ശോകമാണ്, കണ്ടിരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ പഴയ പടത്തിന്റെ ആ ജോൺ വിൽസന്റെ സ്കോർ ഉണ്ട്, അത് മാത്രം ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ വല്ലതും ഉണ്ട്. അങ്ങനെ വേറെ ഒന്നുമില്ല, ഭയങ്കര മോശമാണ്. ഡൈനോസറിനെ വേണമെങ്കിൽ പിള്ളേർക്ക് കുഞ്ഞുപിള്ളേരെ കൊണ്ട് കാണിക്കാറുണ്ട്, അല്ലാണ്ട് പോരാ ഒട്ടും പോരാ. ഏറ്റവും ഉറക്കം വരുന്നുണ്ട്. അന്ന് രാത്രി പടം എങ്ങനെയൊക്കെ തീർന്നിട്ട് വീട്ടിൽ പോകാന്ന് പറഞ്ഞിരിക്കുക. എങ്ങനെ എക്സ്പീരിയൻസ് ഇത് കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ജുറാസിക് പാർക്ക് ഫസ്റ്റ് ആദ്യമായിട്ടാണ് കാണാം. പണ്ട് ഏതോ ഒരു പാർട്ട് കണ്ടേ ഉള്ളൂ, അല്ലാണ്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നൈസായിരുന്നു, നല്ല എന്റർടൈനിങ് ആയിരുന്നു. ഒച്ചപ്പാട് ബോറിംഗ് ഒന്നുമില്ല, എല്ലാം എല്ലാം ആവറേജ് എക്സ്പീരിയൻസ്, ബിലോ ആവറേജ് എക്സ്പീരിയൻസ്. ഞാനും തണ്ടുവച്ചിന്റെ പടത്തിന്റെ ആ ഒരു ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്യില്ല. കാരണം പുള്ളിയുടെ കഴിഞ്ഞ മറ്റേ റോബ് കൊണ്ടായാലും ക്രിയേറ്റർ ആയാലും അത് വെച്ച് മാത്രം പോരാ. പിന്നെ എടുത്ത് പറയാനായിട്ട് അങ്ങനെ ഒന്നും ഇല്ല. കാണാൻ വൃത്തിയില്ലാത്തൊരു ഡൈനോസർ അളിയ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഇതൊന്നുമാണ് വന്നത്. പണ്ടൊക്കെ ഈ ഡിനോസർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആവേശമായിരുന്നു പടം കാണാനായിട്ട്. ഇപ്പൊ തിയേറ്ററിൽ വന്ന ഈ ഓഡിയോ ഒന്നും നമ്മൾ കാണുമ്പോൾ അത്രയ്ക്ക് എഫക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. അളിയ ഇത് കോമഡി ആയിപ്പോയി. എനിക്കാണെങ്കിൽ പടം തുടങ്ങിയപ്പോ തന്നെ ഞാൻ ഒരു സമാധാനമാണ് വരുന്നത്. പിന്നീട് എന്തോന്ന് ഒരു വലിയ ഡൈനോസർ ഇങ്ങനെ വരും. നമ്മൾ അതിന്റെ ഒരു നഖത്തിന്റെ അത്രയല്ലേ ഉള്ളൂ. തന്നെയല്ലേ അത് ഒരു കാല് വയ്ക്കുമ്പോഴത്തേക്ക് അവന്മാരെ വെള്ളത്തിൽ മുങ്ങും. അതെവിടെ നിന്ന് എവിടെ ദുബായിലല്ല, ഓസ്ട്രേലിയയിലാണ് അവന്മാർ മുങ്ങണത്. അവിടെ നിന്ന് മുങ്ങുമ്പോഴത്തേക്ക് അടുത്ത ഇതിന്റെ കാല് വയ്ക്കുമ്പോൾ എവിടെ നേരെ കൊച്ചിയിലെ കായലിൽ അവിടുത്തെ കടലിൽ അവിടെ നിന്ന് വീണ്ടും അവിടെ അത് വരും. അവിടെ വന്ന് രണ്ടു ദിവസം ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് അവിടുന്ന് ഒരു പൊങ്ങും. അവിടുന്ന് മുന്നോട്ട് നേരെ എവിടെ വരും? നമ്മളെ തിരുവനന്തപുരത്ത് കൊച്ചു കളിയിൽ വരും. അവിടുത്തെ ബോട്ടിലൊക്കെ വരും. അങ്ങനെ അത് അവിടുന്ന് പറന്ന് വരാണ്ടിരിക്കും. ഒരു ഉടനെ ഒരു കാര്യം ചെയ്യും, 1500 രൂപ ബോട്ട് ബുക്ക് ചെയ്തിട്ട് ആ ബോട്ടിൽ കയറി നേരെ അവർ ശംഖുമുഖത്ത് വന്ന് അവിടെ തണുത്ത് കുറച്ചിട്ട് അവർക്ക് വയ്യ ഒരു ചായയും 2 രതീശും 2 പരിപ്പൂടെ കഴിച്ച് അവർ പിന്നെ അവിടുന്ന് അവർ പറഞ്ഞ് അവരെല്ലാം മറ്റു സാധനം ഒഴിച്ചു കൊടുക്കുന്നത്. അത് അവർ ചോദിച്ചപ്പോഴത്തേക്ക് അവരത് കുറിച്ചപ്പോൾ അവരെ തന്നു. അങ്ങനെ അവർ നേരം തിരിയത് അവിടുന്ന് ഒരു അച്ചാറ് മാറ്റി, നെല്ലിക്കയച്ചാറ്, മാങ്ങ അച്ചാറ് മാറ്റി തിന്ന് കൊച്ചിന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത് ഒരു കമ്പ് മുട്ടായി മാറ്റി അവർ നേരെ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ചെന്നിട്ട് ഈ വില കൊണ്ട് അവരങ്ങ് പോയി. ഇത് തന്നെയാണ് സിനിമ. എന്താണെന്നറിയാതെ പഴയ പല്ലവി, ഒരു മാറ്റമില്ല, ഒരു മാറ്റമില്ല, ഒരു മാറ്റമില്ല. എനിക്ക് പറയാൻ വയ്യ, പറയാൻ വാക്കുകളില്ല, വെറുപ്പിച്ച് വന്നി. എന്താണ് ഭയങ്കര കാര്യമായിട്ടുള്ള പുതുമകളില്ല. പ്ലോട്ടിലാണെങ്കിലും അങ്ങനെ കാര്യമായിട്ടുള്ള പുതുമകളില്ല. പിന്നെ വിഷ്വൽസ് ആണെന്നുണ്ടെങ്കിൽ ചില സീൻസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളിത് എവിടെയോ കണ്ടിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഓവറോൾ ഒരു ഡീസെന്റ്, ഒരു ആവറേജ് ഒരു ഇതിന്റെ മുന്നേ വന്ന ലാസ്റ്റ് ഇറങ്ങിയിരിക്കുന്ന ആ ഒരു പാട്ടിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആണ്, അങ്ങനെ പറയാനേ ഉള്ളൂ. പിന്നെ കാണുന്നവര് ആ 1993 ആ ഒരു പാട്ടുണ്ടല്ലോ അതെടുത്ത് തലയിൽ വെക്കാണ്ട് വരിക. കാരണം അതുമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. സ്റ്റിൽ ആ പടത്തിന്റെ റേഞ്ച് വേറെയാണ്. അപ്പൊ അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യണ്ട. അല്ലാതെ കണ്ട ഡിസപ്പോയിന്റഡ് ആണ്. ഒരു ആവറേജ്, മോശമല്ലാത്തൊരു പടം, അത്രേ ഉള്ളൂ. പിന്നെ സ്കാർലെറ്റ് ജോഹാൻസൺ വന്നതുകൊണ്ട് അങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊരു മാറ്റം വന്നിട്ടില്ല. കാരണം ബ്രൈസ് ഡെല്ലാസ് ഹോവാർഡ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു ക്യാരക്ടർ. അതുകൊണ്ടാവും ഓവറോൾ കുഴപ്പമില്ല.